മെഡിക്കൽ ടേംസ് മെയ്ഡ് ഈസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെനിഞ്ചസ് ആണ്. മെനിഞ്ചസ് എന്ന് പറയുന്നത് ഒരു 3 ലെയേർഡ് കണക്റ്റീവ് ടിഷ്യൂ കവറിംഗ് ആണ് നമ്മുടെ ബ്രെയിനിനും സ്പൈനൽ കോഡിനും. ഓക്കെ, ബ്രെയിനിൻ്റെയും സ്പൈനൽ കോഡിൻ്റെയും കോമൺ ആയിട്ട് രണ്ടുപേരും സെൻട്രൽ ഓർഗൻസ് ആണ്. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെ പ്രധാനപ്പെട്ട ഓർഗൻസ് ആണ് ബ്രെയിനും സ്പൈനൽ കോഡും. സോ ഈ ബ്രെയിനിൻ്റെയും സ്പൈനൽ കോഡിൻ്റെയും കോമൺ ആയിട്ട് രണ്ടുപേർക്കും കോമൺ ആയിട്ടുള്ള കവറിങ്ങിനെയാണ് നമ്മൾ മെനിഞ്ചസ് എന്ന് പറയുന്നത്. മെനിഞ്ചസ് ആക്ച്വലി 3 ലെയറുകൾ ചേരുന്നതാണ്. ശരിക്കും ഈ മെനിഞ്ചസ് എന്ന് പറയുന്നത് ഒരു പ്ലൂറൽ വേർഡാണ്. ഓക്കെ, ഒരു പ്ലൂറൽ വേർഡാണ്. അതിൻ്റെ സിംഗുലർ വരുമ്പോൾ മെനിങ്സ് എന്ന് പറയും. അതായത് ആ 3 ലെയേഴ്സിൽ ഓരോ ലെയറിനെയും നമുക്ക് മെനിങ്സ് എന്ന് വിളിക്കാം. 3 പേരും കൂടി ചേരുമ്പോൾ വിൽ കോൾ ഇറ്റ് ആസ് മെനിഞ്ചസ്. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഈ മെനിഞ്ചസ് എന്ന വേർഡ് വരുന്നത്. ഒരു പ്ലൂറൽ ഫോം ഓഫ് മെനിങ്സ് ആണ്. ആൻഡ് ഈച്ച് ലെയർ ഇസ് കോൾഡ് എ മെനിങ്സ്. അപ്പോൾ അങ്ങനത്തെ 3 ലെയറുകൾ കൂടി ചേരുന്നതാണ് മെനിഞ്ചസ്. സോ മെനിഞ്ചസിനെ നമുക്കിപ്പോൾ വേണമെങ്കിൽ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. നമ്മുടെ സ്കള്ളിനും ബ്രെയിനിൻ്റെ കവറിംഗ് ആയിട്ട് വരുന്ന മെനിഞ്ചസ്, അതായത് ബ്രെയിനിൻ്റെ കവറിംഗ് ആയിട്ട് വരുന്ന മെനിഞ്ചസ് എവിടെയായിരിക്കും ഉണ്ടാവുക? ബ്രെയിനിൻ്റെ പുറത്ത്, എന്നാൽ സ്കള്ളിൻ്റെ അകത്തായിട്ട്. അപ്പോൾ അതിനെ വേണമെങ്കിൽ നമുക്ക് ക്രേനിയൽ മെനിഞ്ചസ് എന്ന് പറയാം. ഓക്കെ, ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട, സ്കള്ളുമായിട്ട് ബന്ധപ്പെട്ട മെനിഞ്ചസ് വിച്ച് ഇസ് ലൈങ് ബിറ്റ്വീൻ ദ സ്കൾ ആൻഡ് ദ ബ്രെയിൻ. ബ്രെയിനിന് പുറത്തും സ്കള്ളിൻ്റെ അകത്തും. പിന്നെ സ്പൈനൽ മെനിഞ്ചസും ഉണ്ട്. അതായത് സ്പൈനൽ കോഡിനെ കവർ ചെയ്യുന്ന മെനിഞ്ചസിനെ നമുക്ക് വേണമെങ്കിൽ സ്പൈനൽ മെനിഞ്ചസ് എന്ന് പറയാം. സ്പൈനൽ മെനിഞ്ചസ് എവിടെയായിരിക്കും വരിക? സ്പൈനൽ കോഡിന് പുറത്ത്, എന്നാൽ നമ്മുടെ വെർട്ടിബിൾ കോളത്തിൻ്റെ ഉള്ളിൽ. വെർട്ടിബിൾ കോളമാണ് അവിടെ വരുന്ന ബോൺ. സോ വെർട്ടിബിൾ കോളത്തിൻ്റെ ഉള്ളിലായിട്ട്, എന്നാൽ സ്പൈനൽ കോഡിന് പുറത്ത്, ഇവരുടെ രണ്ടുപേരുടെ ഇടയിലുള്ളതാണ് സ്പൈനൽ മെനിഞ്ചസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ബ്രെയിനിൻ്റെ പുറത്തുള്ള മെനിഞ്ചസും ഉണ്ട്, സ്കള്ളുമായിട്ട് ബന്ധപ്പെട്ടത്, ദാറ്റ് ഇസ് കോൾഡ് ക്രേനിയൽ. ആൻഡ് ദ അതർ വൺ വിച്ച് ഇസ് കവറിങ് ദ സ്പൈനൽ കോഡ്, ഇറ്റ് ക്യാൻ ബി കോൾഡ് എ സ്പൈനൽ മെനിഞ്ചസ്. ഓക്കെ, സോ ഇവിടെ ഞാനിപ്പോൾ പിക്ചറൊക്കെ വരച്ചിരിക്കുന്നത് നമ്മുടെ ബ്രെയിനിൻ്റെ പുറത്തുള്ള മെനിഞ്ചസ് ആണ്. കാരണം സ്കള്ളിൻ്റെ പിക്ചറും കൂടെ ഇവിടെ ഉണ്ട്. പക്ഷേ ഇത് പറയുമ്പോൾ നിങ്ങൾ അതുകൂടി ആലോചിച്ചാൽ മതി. ഇത് സെയിം ലെയേഴ്സ് തന്നെയാണ് നമ്മുടെ സ്പൈനൽ മെനിഞ്ചസിനും ഉള്ളത്. ഓക്കെ, സോ ഞാൻ ലെയേഴ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ വിൽ ഡിസ്കസ് എ ലെയേഴ്സ്, എന്നിട്ട് ഞാൻ ഇതിലേക്ക് വരാം. ഓക്കെ, സോ 3 ലെയർ ഉള്ളതിൽ ഇത് കണക്റ്റീവ് ടിഷ്യൂ ആണ്. അതാണ് ഒരു പ്രധാന വ്യത്യാസം. ഇപ്പം നമ്മൾ പ്ലൂറ, പെരികാർഡിയം, അതുപോലെ പെരിറ്റോണിയം, ഇങ്ങനെയുള്ള കവറിങ്സിനെയൊക്കെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ ലങ്ങിൻ്റെ കവറിങ് ആണ് പ്ലൂറ. അതുപോലെ ഹാർട്ടിന് ഞാൻ കാർഡിയോ വാസ്കുലർ സിസ്റ്റം എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഹാർട്ടിൻ്റെ കവറിങ് ആയിട്ട് വരുന്ന ഒരു മെംബ്രെയിനാണ് പെരികാർഡിയം എന്ന് പറയും. അതുപോലെ നമ്മുടെ അബ്ഡോമിനൽ ഓർഗൻസിൻ്റെ ഒക്കെ കവറിങ് ആണ് പെരിറ്റോണിയം. ഇവരൊക്കെ ശരിക്കും എപ്പിത്തീലിയൽ കവറിങ്സ് ആണ്, അല്ലെങ്കിൽ മെംബ്രെയിൻസ് ആണ്. ഓക്കെ, സിറസ് മെംബ്രെയിനുകൾ എന്ന് പറയും ഇവരെ. ഓക്കെ, 2 ലെയറുകൾ, അവരുടെ ഇടയിൽ ഒരു വെള്ളം പോലത്തെ ഒരു ഫ്ലൂയിഡ്, സിറസ് ഫ്ലൂയിഡ് ഒക്കെ ആയിട്ട്. ഓക്കെ, പക്ഷേ അതുപോലെ അല്ല ഈ മെനിഞ്ചസ് ശരിക്കും ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഓക്കെ, 3 എന്താ പറയുക, ഡിഫറെൻറ്റ് തിക്നെസ്സിലൊക്കെ വരുന്ന 3 ലെയേഴ്സ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ ആണ് മെനിഞ്ചസ്. അപ്പോൾ ആ ലെയേഴ്സാണ്, ഈ കണക്റ്റീവ് ടിഷ്യൂ ലെയറുകളാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഏറ്റവും പുറമെയുള്ള, ഏറ്റവും പുറത്തുള്ള മെനിഞ്ചസിൻ്റെ തന്നെ 3 ലെയറുകളിൽ ഏറ്റവും പുറത്തുള്ള ആ ലെയറിനെയാണ് ഡ്യൂറാമാറ്റർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഡ്യൂറാമാറ്റർ. ഈ ഡ്യൂറ എന്ന വേർഡിൻ്റെ അർത്ഥം തന്നെ ഒരു ടഫ് എന്നാണ്. ടഫ്, ഹാർഡ് എന്നൊക്കെ അർത്ഥം വരുന്നതാണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ അത് ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിരിക്കുമ്പോൾ അത് ഏറ്റവും കട്ടിയുള്ളതായിരിക്കണമല്ലോ, പ്രൊട്ടക്റ്റ് ചെയ്യണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏറ്റവും പുറത്തെ ലെയർ ഏറ്റവും ഹാർഡാണ്. ഓക്കെ, ടഫാണ്. ശരിക്കും ഇവരുടെ എല്ലാം പേര് നിങ്ങൾ നോക്കിയാൽ അറിയാം, മാറ്റർ എന്നാണ് പറയുന്നത്, MATER. ഈ സ്പെല്ലിംഗ് ആക്ച്വലി നമ്മുടെ മാറ്റർ എന്നുള്ളതിന് വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ബ്രെയിനിലും സ്പൈനൽ കോഡിലും തന്നെ വരുന്നുണ്ട് ഗ്രേ മാറ്റർ ആൻഡ് വൈറ്റ് മാറ്റർ ഒക്കെ. സോ അവിടെ നമ്മൾ നോർമലി മാറ്ററിൻ്റെ സ്പെല്ലിംഗ് ആണ് ഉപയോഗിക്കുന്നത്. ഗ്രേ മാറ്റർ MATTER ആണ്. പക്ഷേ ഇത് അല്ല, മെനിഞ്ചിയൽ ലെയറുകളുടെ പേരുകൾ പറയുമ്പോൾ എപ്പോഴും ഇറ്റ് ഇസ് ഹാവിങ് ഓൺലി 1 T, MATER. അപ്പോൾ ഇതിനെപ്പറ്റി പറയുന്നത്, ഈ മാറ്റർ എന്ന് പറയുന്നത് മദർ എന്ന അർത്ഥത്തിലാണ് അത്ര ഉപയോഗിക്കുന്നത്. ഓക്കെ, മാറ്റർ മീൻസ് മദർ. സോ ഡ്യൂറാമാറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ടഫ് മദർ എന്നാണ്, പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്.
അപ്പോൾ അങ്ങനെയാണ് ഈ മദർ എന്നർത്ഥം വരുന്നതാണ് ഈ ലെയറുകളുടെ എല്ലാം പേരുകൾ, MATER. ഓക്കെ, അപ്പോൾ ഏറ്റവും ടഫസ്റ്റ് ലെയർ, ഏറ്റവും പുറത്തെ ലെയറിനെയാണ് നമ്മൾ ഡ്യൂറ എന്ന് പറയുന്നത്. ആൻഡ് ദെൻ വിൽ ഗോ ടു ദ സെക്കൻഡ് ലെയർ, ദ മിഡിൽ ലെയർ. അതാണ് അരക്നോയിഡ് മാറ്റർ എന്ന് പറയും. അരക്നോയിഡ് മാറ്റർ ഓർ അരക്നോയിഡ് മെംബ്രെയിൻ. ഈ പേരിനും ഒരു അർത്ഥമുണ്ട്. അരക്നോ എന്ന് വെച്ചാൽ സ്പൈഡർ എന്നാണ് അർത്ഥം. സ്പൈഡർ നമുക്കറിയില്ല, അരക്നിഡെ ഫാമിലിയൊക്കെ വരുന്ന സ്പൈഡറിൻ്റെ ഫാമിലിയാണ്. ഓക്കെ, സോ അരക്നോ മീനിങ് സ്പൈഡർ ആൻഡ് OID എന്നുള്ള സഫിക്സിൻ്റെ അർത്ഥം റിസംബ്ലിംഗ് എന്നാണ്. അപ്പോൾ ശരിക്കും റിസംബ്ലിംഗ് സ്പൈഡർ അല്ല, ആക്ച്വലി സ്പൈഡറിൻ്റെ വെബ്, നമ്മൾ എട്ടുകാലിയുടെ വല. കാരണം ഈ അരക്നോയിഡ് മാറ്റർ നടുക്കുള്ള ഒരു മെംബ്രെയിൻ ആണല്ലോ, രണ്ട് ലെയറുകളുടെ, രണ്ട് മെനിഞ്ചിയൽ ലെയേഴ്സിൻ്റെ നടുക്കാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ഒരു ലൂസ്ലി പ്ലേസ്ഡ് ആണ് ബിറ്റ്വീൻ ദ ടു ലെയേഴ്സ്. ആൻഡ് മാത്രമല്ല, ഈ അരക്നോയിഡ് മാറ്റർ ഇങ്ങനെ സസ്പെൻഡഡ് ആയിട്ട് നിൽക്കുവാണ് അല്ലേ. പുറത്ത് ഡ്യൂറാമാറ്ററുമായിട്ട് അത് കുറച്ച് ചെറിയ കണക്ഷൻസ് ഉണ്ട്, താഴെ പയാമാറ്ററുമായിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ കുറച്ച് നമ്മൾ എന്താ പറയുക, ഒരു സ്പൈഡർ വെബിൻ്റെ പോലെയുള്ള, എട്ടുകാലിയുടെ വല പോലെയുള്ള കണക്ഷൻസ് ഈ നടുവിലത്തെ മെംബ്രെയിൻ ആയിട്ടുള്ള അരക്നോയിഡ് മെംബ്രെയിന് ഡ്യൂറാമാറ്ററുമായിട്ടും അടിയിലുള്ള പയാമാറ്ററുമായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്പൈഡർ വെബ് ലൈക്ക് കണക്ഷൻസ് ഉള്ള ഈ മെംബ്രെയിന് ആയതുകൊണ്ടാണ് അതിനെ അരക്നോയിഡ് മാറ്റർ എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് ഗോട്ട് സ്പൈഡർ വെബ് ലൈക്ക് കണക്ഷൻസ് ടു ദ uppermost meninges, dura mater, and the innermost, the lowermost, the meninges, the pia mater, and that is why it is called arachnoid matter. Okay, so adana middle layer, and then the innermost layer, ഏറ്റവും അകത്തെ ഉള്ളിലത്തെ ലെയർ, അടിയിലത്തെ ലെയർ ആണ് pia mater എന്ന് പറയും. pia mater, pia എന്ന് പറയുന്നത് തന്നെ ഡെലിക്കേറ്റ് എന്നാണ് അർത്ഥം. തിൻ അല്ലെങ്കിൽ വളരെ ഡെലിക്കേറ്റ്, ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ഡ്യൂറാ മാറ്റർ. ഭയങ്കര തിന്നാണ്, വളരെ ഡെലിക്കേറ്റ് ആണ്. ആൻഡ് അതുമാത്രമല്ല, ഇത് നമ്മുടെ സ്പൈനൽ കോഡിനോട് അല്ലെങ്കിൽ ബ്രെയിനിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ലെയറാണ്. ഓക്കെ, പയ മാറ്റർ ഇസ് ലൈങ് ക്ലോസ് ടു ദ ഓർഗൻസ്, ബ്രെയിൻ അല്ലെങ്കിൽ സ്പൈനൽ കോഡ്. അപ്പോൾ അത്രയും ക്ലോസ് ആണ്, അതായത് ബ്രെയിനിനോടും സ്പൈനൽ കോഡിനും അടുത്ത് കിടക്കുന്ന ഏറ്റവും തിൻ ആൻഡ് ഡെലിക്കേറ്റ് ആയിട്ടുള്ള ലെയറിനെയാണ്, മെനിജിയൽ ലെയറിനെയാണ് നമ്മൾ പയ മാറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ മൂന്ന് പേരുമാണ് ലെയേഴ്സ്. ഓക്കെ, ഇപ്പോൾ തറവായിട്ട് അറിയാം, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഡ്യൂറാ മാറ്റർ ഇസ് ഔട്ടർ മോസ്റ്റ് ആൻഡ് ദ ടഫസ്റ്റ്. ഓക്കെ, ആൻഡ് അരക്നോയിഡ് മാറ്റർ ഇസ് എ മിഡിൽ വൺ. ഇറ്റ് ഈസ് ഹാവിംഗ് സർട്ടൻ സ്പൈഡർ വെബ് ലൈക്ക് കണക്ഷൻസ് വിത്ത് ദ ഡ്യൂറാ മാറ്റർ ആൻഡ് ദ പയ മാറ്റർ. ഓക്കെ, ആൻഡ് പയ മാറ്റർ ഇസ് ദ ഇന്നർ മോസ്റ്റ്, ലൈങ് ക്ലോസസ്റ്റ് ടു ദ ബ്രെയിൻ ഓർ സ്പൈനൽ കോഡ്. വളരെ ഡെലിക്കേറ്റ് മെംബ്രെയിൻ ആണ്. ഓക്കെ, ഇതിനാണ് 3 ലെയേഴ്സ്. ഇനി ഞാൻ ഇവരെ ഒന്ന് ഇവിടെ, ഇത് ആക്ച്വലി ഞാൻ കാണിച്ചിരിക്കുന്നത് നമ്മുടെ ബ്രെയിനിന് ചുറ്റുമുള്ള മെനിഞ്ചസ് ആണ്. സോ യു ക്യാൻ സീ ദ ബ്രെയിൻ ടിഷ്യൂ ഹിയർ. സോ ഇവിടെയാണ് നമ്മുടെ ബ്രെയിൻ ടിഷ്യൂ വരിക. സോ ബ്രെയിനിനോട് ചേർന്ന് കിടക്കുന്ന, ഞാൻ ഇവിടെ ഈ റെഡായിട്ട് കാണിച്ചിരിക്കുന്ന, ഒരു ലൈറ്റ് റെഡായിട്ട് കാണിച്ചിരിക്കുന്നതാണ് പയ മാറ്റർ. യു ക്യാൻ സീ ദ പയ മാറ്റർ ഹിയർ ലൈങ് ക്ലോസ് ടു ദ ബ്രെയിൻ. ഓക്കെ, ഇതേപോലെ തന്നെയാണ് സ്പൈനൽ കോഡിൽ. ദെൻ യു ക്യാൻ സീ ദ അരക്നോയിഡ് മാറ്റർ ഹിയർ. ഓക്കെ, അരക്നോയിഡ് മാറ്റർ ആണ് ഈ നടുവിലത്തെ ലെയർ. ഇവിടെ ആക്ച്വലി ഒരു സ്പേസ് ഇട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി, അരക്നോയിഡ് മാറ്റർ ഹാസ് ഗോട്ട് കണക്ഷൻസ്. അപ്പോൾ അതൊക്കെ വരുന്ന ആ ഒരു സ്പൈഡർ വെബ് ലൈക്ക് കണക്ഷൻസ് ഒക്കെ വരുന്ന ഒരു സ്പേസ് കൂടിയാണിത്. അപ്പോൾ ഇതിനെ നമ്മൾ, ഈ സ്പേസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സബ് അരക്നോയിഡ് സ്പേസ് എന്ന് പറയും. സബ് അരക്നോയിഡ്, സബ് മീൻസ് അണ്ടർ എന്നാണ്, അല്ലെ ബിലോ. സോ ദ സ്പേസ് അണ്ടർ ദ അരക്നോയിഡ് മാറ്റർ, ഓർ യു ക്യാൻ സേ the space between arachnoid matter and the pia matter, ഇതിനെയാണ് നമ്മൾ സബ് അരക്നോയിഡ് സ്പേസ് എന്ന് പറയാം. ഓക്കെ, മെനിഞ്ചസിൻ്റെ അകത്ത് ഇടയിലൊക്കെ സ്പേസുകൾ ഉണ്ടാവും. ഓക്കെ, സോ ഈ അരക്നോയിഡ് മാറ്ററിനും പയ മാറ്ററിനും ഇടയിലുള്ള സ്പേസിനെ വിളിക്കുന്ന പേരാണ് സബ് അരക്നോയിഡ് സ്പേസ് എന്ന് പറയും. ഓക്കെ, അതാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. സോ മെനിഞ്ചിയൽ സ്പേസസിനെ പറ്റി കൂടെ ഇവിടെ ഇപ്പോൾ പറയാം. സോ സബ് അരക്നോയിഡ് സ്പേസ് എന്ന് പറയുന്നത് എവിടെയാണ് വരിക? അണ്ടർ ദ അരക്നോയിഡ്, അല്ലെ ബിലോ ദ അരക്നോയിഡ് എന്ന് പറയുമ്പം അരക്നോയിഡ് മാറ്ററിനും പയ മാറ്ററിനും ഇടയിലാണ്. അപ്പോൾ അവിടെയാണ്, ആ സ്പേസിലാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ് പ്രസൻ്റ് ആയിരിക്കുന്നത്. ഓക്കെ, അവിടെ കുറേ ഇതുപോലെ എന്താ പറയുക, കുറേ വെബ് ലൈക്ക് ഫൈബേഴ്സും ഒക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിലാണ് ഈ ഫ്ലൂയിഡൊക്കെ ഉണ്ടായിരിക്കുക. അപ്പോൾ ആ ഫ്ലൂയിഡാണ് CSF എന്ന് പറയും, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. കാരണം ഈ ഫ്ലൂയിഡ് എപ്പോഴും ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്പോണൻ്റ് ആണ് നമ്മുടെ നെർവസ് സിസ്റ്റത്തിൻ്റെ. കാരണം നമ്മുടെ ബ്രെയിനിന് ചുറ്റും
അതുപോലെ സ്പൈനൽ കോഡിന് ചുറ്റും ഇതുപോലെ ഒരു ഫ്ലൂയിഡ് ഉള്ളത് കൊണ്ട് അവർക്ക് പുറത്തു നിന്നുള്ള ഷോക്സ് ഒന്നും അത്ര പെട്ടെന്ന് ബ്രെയിനിനെയോ സ്പൈനൽ കോഡിനെയോ അഫക്റ്റ് ചെയ്യില്ല. ഒരു ഷോക്ക് അബ്സോർബർ പോലെയാണ്. പിന്നെ ബ്രെയിനിനെ ഒരുമാതിരി ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നു. യു ക്യാൻ സീ ഹിയർ, കണ്ടോ, ബ്രെയിനിൻ്റെ പുറത്തിങ്ങനെ ഇത്രയും ഫ്ലൂയിഡ് ഉള്ളപ്പോൾ ബ്രെയിൻ എന്താ പറയുക ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊരു വെയിറ്റ് കുറയും, മാത്രമല്ല പുറത്തു നിന്നുള്ള ഇഞ്ചുറീസ് അധികം അതിലേക്ക് എത്തത്തുമില്ല. സോ ദാറ്റ് ഈസ് എ യൂസ് ഫോർ വൺ ഓഫ് ദ യൂസസ് ഓഫ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. പിന്നെ അതിന് വേറെ ഒത്തിരി ഫങ്ഷൻസ് ഉണ്ട്. സോ ഈ ഫ്ലൂയിഡ് ഇരിക്കുന്ന മെനിഞ്ചിയൽ സ്പേസിനെയാണ് നമ്മൾ എന്ത് പറയുക, സബ് അരക്നോയിഡ് സ്പേസ് എന്ന് പറയാം. ഓക്കെ, ബിറ്റ്വീൻ അരക്നോയിഡ് മാറ്റർ ആൻഡ് പയ മാറ്റർ. ഓക്കെ, അപ്പോൾ അങ്ങനെ യു ക്യാൻ സീ ദ പയ മാറ്റർ വെരി ക്ലോസ് ടു ദ ബ്രെയിൻ. അതിന് തൊട്ട് മുകളിലായിട്ട് സബ് അരക്നോയിഡ് സ്പേസ് ഉണ്ട്, അതിൻ്റെ മുകളിൽ അരക്നോയിഡ് മാറ്റർ ഉണ്ട്. ഓക്കെ, യു ക്യാൻ സീ ദിസ് ഇസ് ദ അരക്നോയിഡ് മാറ്റർ. ഓക്കെ, പിന്നെ ഞാൻ അതിൻ്റെ മുകളിൽ ഗ്രീനിഷ് ആയിട്ട് കാണിച്ചിരിക്കുന്ന, ഒരു ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നതാണ് ഡ്യൂറാമാറ്റർ. അരക്നോയിഡ് മാറ്ററിൻ്റെ തൊട്ട് മുകളിലായിട്ട് വരുന്നതാണ് ഡ്യൂറാമാറ്റർ. ഡ്യൂറാമാറ്ററിൻ്റെ പുറത്ത് പിന്നെ ബോണാണ്, സ്കള്ളാണ്. ഓക്കെ, സോ ബോണിനോട് ചേർന്ന് കിടക്കുന്ന ലെയറാണ് എപ്പോഴും ഡ്യൂറാമാറ്റർ. ഓക്കെ, ഇപ്പോൾ ബ്രെയിനിൻ്റെ കാര്യത്തിൽ പറഞ്ഞാൽ നമുക്കറിയാം സ്കള്ളിനോട് ചേർന്ന് കിടക്കുന്നു ഡ്യൂറാമാറ്റർ. നമ്മുടെ സ്പൈനൽ മെനിഞ്ചസിൻ്റെ അവിടെ അതെടുത്തു കഴിഞ്ഞാൽ അവിടെ വെർട്ടിബ്രൽ കോളത്തിന്, ആ വെർട്ടിബ്രൽ കനാലിനോട് ചേർന്നിട്ടായിരിക്കും ഡ്യൂറാമാറ്റർ എപ്പോഴും. സോ എനിവേ എപ്പോഴും ഡ്യൂറാമാറ്റർ ഇസ് ലൈങ് ക്ലോസ് ടു ദറ്റ് ബോൺ, ആ ബോൺ കവറിങ്. അതിപ്പോൾ സ്കള്ളാവാം അല്ലെങ്കിൽ വെർട്ടിബ്രൽ കനാൽ ആവാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് 3 ലെയേഴ്സ് ഇവിടെ വരുന്നത്. യു ക്യാൻ സീ ദ ബ്രെയിനോട് ക്ലോസ് ആയിട്ട് പയമാറ്ററിനും അരക്നോയിഡ് മാറ്ററിനും ഇടയ്ക്ക് യു ക്യാൻ സീ ദ സ്പേസ് കോൾഡ് subarachnoid space containing that cerebrospinal fluid. Then arachnoid matter-ന് തൊട്ട് മുകളിലായിട്ട് ഡ്യൂറാമാറ്റർ കാണാം. ആൻഡ് ഡ്യൂറാമാറ്റർ ഇസ് ലൈങ് ക്ലോസ് ടു ദ സ്കൾ. ഓക്കെ, ഇനി ഞാനിപ്പോൾ പറഞ്ഞ സബറക്നോയിഡ് സ്പേസ് കൂടാതെ വേറെ 2 സ്പേസുകൾ കൂടി മെനിഞ്ചസിൽ വരുന്നുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ പറഞ്ഞത് സബറക്നോയിഡ് സ്പേസ് ആണ്, ബിക്കോസ് അത് അരക്നോയിഡിനും പയയ്ക്കും ഇടയ്ക്കുള്ളത്. ഓക്കെ, അത് കുറച്ചുകൂടി പ്രോമിനൻറ്റ് സ്പേസ് ആണ്, അതുകൊണ്ടാണ് അത് പ്രത്യേകിച്ച് ഇവിടെ വരച്ചിട്ടത്. പക്ഷെ അതുകൂടാതെ ഈ ഡ്യൂറയുടെ അടിയിൽ, അതായത് ഡ്യൂറയ്ക്കും അരക്നോയിഡിനും ഇടയിലും ഒരു സ്പേസ് ഉണ്ടാവും. ഡ്യൂറാമാറ്ററിൻ്റെ അടിയിലും അരക്നോയിഡിന് പുറത്തുമായിട്ട്. അപ്പോൾ അതിനെ നമ്മൾ എന്താ വിളിക്കുക, സബ് ഡ്യൂറൽ സ്പേസ് എന്ന് പറയും അല്ലെ. ഡ്യൂറയുടെ അടിയിൽ, എന്നാൽ എന്താ പറയുക, അരക്നോയിഡ് മാറ്ററിന് പുറത്തായിട്ട്. സോ ദാറ്റ് സ്പേസ് ഇസ് കോൾഡ് സബ് ഡ്യൂറൽ സ്പേസ്, ഡ്യൂറയുടെ അടിയിൽ വരുന്ന സ്പേസ്. ഓക്കെ, അതാണ് സബ് ഡ്യൂറൽ സ്പേസ്. അതേപോലെ ഡ്യൂറയ്ക്ക് പുറത്ത്, എന്നാൽ സ്കള്ളിൻ്റെ അകത്ത്, ഡ്യൂറയുടെ പുറത്തായിട്ട്, ഓക്കെ, എബവ് ഒരു എന്താ പറയുക ഔട്ട്സൈഡ് ദ ഡ്യൂറ, എന്നാൽ സ്കള്ളിൻ്റെ അടിയിലായിട്ട്, സ്കള്ളിനും ഡ്യൂറയ്ക്കും ഇടയിൽ ഉള്ളൊരു സ്പേസ് ഉണ്ട്. അതിനെ നമ്മൾ എപ്പിഡ്യൂറൽ എന്ന് പറയും. സോ ഡ്യൂറയ്ക്ക് പുറത്തുള്ള സ്പേസിനെ എപ്പിഡ്യൂറൽ എന്നും ഡ്യൂറയുടെ അടിയിൽ വരുന്ന സ്പേസിനെ എന്ത് പറയും, സബ് ഡ്യൂറൽ സ്പേസ് എന്നും പറയും. ഓക്കെ, എപ്പിഡ്യൂറൽ സ്പേസ് ആൻഡ് സബ് ഡ്യൂറൽ സ്പേസ്. ഡ്യൂറയ്ക്ക് പുറത്തുള്ളത് എപ്പിഡ്യൂറൽ, ഡ്യൂറയുടെ അടിയിൽ വരുന്ന, അരക്നോയിഡിന് പുറത്തായിട്ട് വരുന്ന, അല്ലെങ്കിൽ ഡ്യൂറയ്ക്കും അരക്നോയിഡിനും ഇടയ്ക്കായിട്ട് വരുന്ന സബ് ഡ്യൂറൽ സ്പേസ്. അപ്പോൾ ഈ 2 സ്പേസസും ധാരാളം ബ്ലഡ് വെസൽസ് ഉള്ള ഭാഗങ്ങളാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ ഡ്യൂറയുടെ ഉള്ളിൽ തന്നെയുണ്ട്, യു ക്യാൻ സീ ദിസ്. ഇതിനെ നമ്മൾ വീനസ് സൈനസ് എന്നാണ് പറയുക. ഇങ്ങനെ വീനസ് സൈനസ്, അതായത് വീനസ് ബ്ലഡ്, നമുക്കറിയില്ല വെയിനസ് ബ്ലഡ് എന്ന് പറഞ്ഞാൽ എന്താ, വെയിനുകളിൽ കൂടി ഒഴുകുന്ന ബ്ലഡ് അല്ലേ, കുറച്ച് ഇംപ്യൂർ ആയിട്ടുള്ള. അപ്പോൾ ആ വീനസ് ബ്ലഡ് കെട്ടി നിൽക്കുന്ന ചെറിയ ക്യാവിറ്റികൾ പോലത്തെ സ്ഥലങ്ങളെയാണ് നമ്മൾ സൈനസ് എന്ന് പറയും. സോ ഈ ഡ്യൂറയുടെ അകത്ത് തന്നെ ഇഷ്ടംപോലെ വീനസ് സൈനസുകൾ ഉണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ അല്ലാതെ ആർട്ടീരിയൽ എന്താ പറയുക ആർട്ടറീസും, ചെറിയ ആർട്ടറീസ്, സ്മോളർ ആർട്ടീരിയോൾസ്, ഇതൊക്കെ നിറഞ്ഞ സ്പേസുകളാണ് ഈ എപ്പിഡ്യൂറൽ സ്പേസും സബ് ഡ്യൂറൽ സ്പേസും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 2 സ്പേസുകളും ഹെമറ്റോമകൾ എന്ന് പറയും. ഹെമറ്റോമ മീൻസ് എ കളക്ഷൻ ഓഫ് ബ്ലഡ്. ഹെമറ്റോ എന്ന് പറഞ്ഞാൽ ബ്ലഡാണ്. ഓമ മീൻസ് എ കളക്ഷൻ. ഇങ്ങനെ ബ്ലഡ് കെട്ടി നിൽക്കുന്ന ആ ഒരു അങ്ങനത്തെ കളക്ഷൻസിനാണ് നമ്മൾ ഹെമറ്റോമകൾ എന്ന് പറയും. സോ ഈ 2 സ്പേസുകളും എപ്പിഡ്യൂറൽ സ്പേസ് ആൻഡ് ദ സബ് ഡ്യൂറൽ സ്പേസ് അല്ലേ, ഡ്യൂറയുടെ പുറത്തും അകത്തുമുള്ള സ്പേസുകൾ ഭയങ്കര നോട്ടോറിയസ് ആണ്. പ്രത്യേകിച്ച് ഈ 2 ഏരിയാസിൽ ധാരാളം ബ്ലഡ് വെസലുകൾ ഉള്ളത് കൊണ്ട് ഇവിടെയൊക്കെ സപ്പോസ് നമുക്കൊരു ഹെഡ് ഇഞ്ചുറി ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ, സ്കൾ ഫ്രാക്ചറൊക്കെ വന്നു കഴിഞ്ഞാൽ അത്രയും ആ സ്കൾ ഫ്രാക്ചറൊക്കെ ഉണ്ടാകുന്ന അത്രയും ഒരു ഇമ്പാക്റ്റ് ഉള്ള ട്രോമയാണെങ്കിൽ അത് ഇവിടെയുള്ള ബ്ലഡ് വെസലുകളും കൂടെ പൊട്ടാൻ ഇടയാവും. ഓക്കെ, സ്കള്ളിൻ്റെ തൊട്ടടിയിലാണല്ലോ ഇതൊക്കെ വരുന്നത്. സോ അത് സ്കൾ ഫ്രാക്ചേഴ്സ് വരുന്നു,
തൊട്ടടിയിലുള്ള ഡ്യൂറയുടെ പുറത്തും അകത്തുമുള്ള സ്പേസസിലൊക്കെയുള്ള ബ്ലഡ് വെസൽസ് പൊട്ടുകയും ഈ ഡ്യൂറയുടെ ഈ നമ്മളിപ്പോൾ പറഞ്ഞ സ്പേസുകളിൽ ഒന്നില്ലെങ്കിൽ എപ്പിഡ്യൂറൽ സ്പേസിലോ അല്ലെങ്കിൽ സബ് ഡ്യൂറൽ സ്പേസിലോ ഇങ്ങനെ ബ്ലഡ് കെട്ടി നിൽക്കാനിടയാവും. അങ്ങനെ ബ്ലഡ് കെട്ടി നിൽക്കുന്ന ആ ഭാഗങ്ങൾ, അങ്ങനത്തെ കളക്ഷൻസിനെയാണ് നമ്മൾ ഹെമറ്റോമകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ദീസ് ടു വേർഡ്സ് ആർ യൂഷ്വലി യൂസ്ഡ് ഫോർ നെയിമിങ് ദ ഹെമറ്റോമാസ്. എപ്പിഡ്യൂറൽ ഹെമറ്റോമ എന്ന് പറഞ്ഞാൽ എവിടെയായിരിക്കും? ഡ്യൂറയുടെ പുറത്ത് സ്കള്ളിനും ഡ്യൂറയ്ക്കും ഇടയിലുള്ള ഒരു ഹെമറ്റോമയെ നമ്മൾ എന്ത് വിളിക്കും? എപ്പിഡ്യൂറൽ ഹെമറ്റോമ. ഇനിയിപ്പോൾ ഡ്യൂറയുടെ അടിയിലുള്ള ഒരു ഹെമറ്റോമയെ എന്ത് വിളിക്കും? സബ് ഡ്യൂറൽ ഹെമറ്റോമ എന്ന് പറയും. സോ ഹെഡ് ഇഞ്ചുറീസിൽ ഇത് വളരെ ഡേഞ്ചറസ് ആണ് ഇങ്ങനെ ഹെമറ്റോമകൾ ഉണ്ടായിരിക്കും. കാരണം ഇവിടെ ഇങ്ങനെയുള്ള വളരെ മിനിമം സ്പേസേ അവിടെ ഉള്ളൂ. അപ്പോൾ ആ ഉള്ള സ്പേസിൽ ഇതുപോലുള്ള ഹെമറ്റോമകൾ, വലിയ ബ്ലഡ് കളക്ഷൻസ് വന്നാൽ അത് നമ്മുടെ സ്കള്ളിനകത്തുള്ള പ്രഷർ വളരെ കൂട്ടുകയും ബ്രെയിനിന് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഹെമറ്റോമകൾ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യണം എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു ഡീകംപ്രഷൻ, പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ബ്രെയിനിൻ്റെ മേൽ വരുന്ന ആ ഒരു കംപ്രഷൻ കുറയ്ക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പേരുകൾ അത് ഓർക്കുക, എപ്പിഡ്യൂറൽ ആൻഡ് സബ്ഡ്യൂറൽ ഹെമറ്റോമ. അതേപോലെ സബറക്നോയിഡ് സ്പേസ് എവിടെയാണ് വരിക? അരക്നോയിഡ് മാറ്ററിനും പയ മാറ്ററിനും ഇടയിൽ, അവിടെയാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഉള്ളത്. ഓക്കെ, ഇനി നിങ്ങൾ ഒരു കാര്യം കൂടെ ഓർക്കണം, ഇതേ സ്പേസസ് നമ്മുടെ സ്പൈനൽ കോഡിന് ചുറ്റും വരുന്നുണ്ട്. സ്പൈനൽ കോഡിന് ചുറ്റും ഉണ്ട് ഇതേപോലെ തന്നെ. ഓക്കെ, സെയിം ലെയേഴ്സ് അല്ലെ? സ്പൈനൽ കോഡിന് ചുറ്റുമുണ്ട് സബറക്നോയിഡ് സ്പേസ് ഉണ്ടാവും. അവിടെയും CSF ഉണ്ടാവും. അവിടെയാണ് നമ്മൾ സാധാരണ CSF എടുക്കാൻ വേണ്ടി നമ്മൾ CSF ആസ്പിറേഷൻ എന്ന് പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല, ലംബാർ പങ്ക്ചർ എന്നാണ് പറയുക. അതായത് നമ്മൾ ഇവിടുന്ന്, ഇപ്പോൾ ഇതിപ്പോൾ സ്കള്ളിൻ്റെ പിക്ചറാണ് എന്നാലും ഞാൻ പറയാം. സോ നമ്മൾ വെർട്ടിബിൾ കോളത്തിൻ്റെ അവിടെ ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് വെർട്ടിബ്രകളുടെ ഇടയിൽ കൂടി ഒരു നീഡിൽ കടത്തി, ആ നീഡിൽ ആക്ച്വലി അത് ബോണിൻ്റെ ഇടയിൽ കൂടി, സ്കള്ളിവിടെ ഉണ്ട്, ബട്ട് ഞാൻ പറയുന്നത് വെർട്ടിബിൾ കോളത്തിലെ കാര്യമാണ്. സോ രണ്ട് വെർട്ടിബ്രകളുടെ ഇടയിൽ കൂടി ഡ്യൂറാ മാറ്ററിനെ ഇങ്ങനെ പിയേഴ്സ് ചെയ്ത് അരക്നോയിഡ് മാറ്ററിനെയും പിയേഴ്സ് ചെയ്ത് ഫൈനലി ഇവിടെ വരെ ആ നീഡിൽ വരും. എന്നിട്ട് നമ്മൾ ഈ ഫ്ലൂയിഡിനെ വലിച്ചെടുക്കും. ഓക്കെ, ദിസ് ഇസ് കോൾഡ് ലംബാർ പങ്ക്ചർ. ഇത് നമ്മൾ സ്പൈനൽ ഇവിടെ ചെയ്യുമ്പോൾ ലംബാർ ഏരിയയിൽ ചെയ്യുന്നത് കൊണ്ടാണ് ലംബാർ പങ്ക്ചർ എന്ന് പറയാം. ഓക്കെ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സ്പൈനൽ കോഡിൻ്റെ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിരുന്നു, സ്പൈനൽ കോഡ് സെക്കൻഡ് ലംബാർ വെർട്ടിബ്ര വരെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ലംബാർ പങ്ക്ചർ എപ്പോഴും ചെയ്യുന്നത് സ്പൈനൽ കോഡ് എൻഡ് ചെയ്തതിന് ശേഷം, അതായത് L2-ൻ്റെ താഴെയാണ് നമ്മൾ ഈ സേഫായിട്ട് നമുക്ക് ഈ ഫ്ലൂയിഡ് എടുക്കാൻ പറ്റുക. കാരണം സ്പൈനൽ കോഡ് ഉള്ള ഭാഗങ്ങളിൽ ചെയ്താൽ നമ്മളിവിടുന്ന് ഇങ്ങനെ പങ്ക്ചർ ചെയ്ത് വരുമ്പോൾ എങ്ങാനും പയ മാറ്റർ ആൻഡ് സ്പൈനൽ കോഡിലേക്ക് അങ്ങനെ ഒരു പങ്ക്ചറിങ് ഉണ്ടായാലോ, അപ്പോൾ ആ ഒരു സേഫ്റ്റി ഇതിന് വേണ്ടിയിട്ടാണ് നമ്മളെപ്പോഴും സെക്കൻഡ് ലംബാർ വെർട്ടിബ്രയ്ക്ക് താഴെ ഇങ്ങനെ നമ്മൾ ഈ നീഡിൽ കടത്തി സബറക്നോയിഡ് സ്പേസിൽ നിന്ന് ഫ്ലൂയിഡ് എടുക്കും. നമ്മൾ പറയില്ലേ, നട്ടെല്ലിൽ നിന്ന് വെള്ളം എടുക്കുന്നു പരിശോധനയ്ക്കായിട്ട് എന്നൊക്കെ പറയും. നട്ടെല്ലിൽ നിന്നല്ല എടുക്കുന്നത്, നട്ടെല്ലിൻ്റെ അകത്തുകൂടി പോകുന്ന സ്പൈനൽ കോഡിന് ചുറ്റുമുള്ള മെനിഞ്ചസിൻ്റെ അകത്ത് ഇരിക്കുന്ന ഈ ഒരു സ്പേസ്, അവിടെയുള്ള ഫ്ലൂയിഡ് ആണ് നമ്മൾ എടുക്കുന്നത്. ബിക്കോസ് ഈ ഫ്ലൂയിഡ് വളരെയധികം ക്ലോസ്ലി കണക്റ്റഡ് ആണ് ബ്രെയിനും സ്പൈനൽ കോഡൊക്കെ ആയിട്ട്. സോ നമുക്ക് ബ്രെയിനിൻ്റെയോ സ്പൈനൽ കോഡിൻ്റെയോ അല്ലെങ്കിൽ ചിലപ്പോൾ മെനിഞ്ചസിൻ്റെ തന്നെയോ, പ്രത്യേകിച്ച് മെനിഞ്ചൈറ്റിസ് പോലെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ CSF അനാലിസിസ് വഴി നമുക്ക് എന്താണ് പ്രശ്നം, എന്തിനാണ് പ്രശ്നമെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് CSF എടുക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, ലംബാർ പങ്ക്ചർ. പിന്നെ നമുക്ക് മരുന്നുകൾ കുത്തിവെക്കാനും ഇത് യൂസ് ചെയ്യാറുണ്ട് സബറക്നോയിഡ് സ്പേസിലേക്ക്. നിങ്ങൾ കേട്ടിട്ടില്ലേ, സ്പൈനൽ അനസ്തീഷ്യ കൊടുക്കുന്നതും ഇതുപോലെ തന്നെയാണ്, ബൈ ഇൻജെക്റ്റിംഗ് ദാറ്റ് അനസ്തെറ്റിക് ഡ്രഗ് ഇൻ ടു ദിസ് സബറക്നോയിഡ് സ്പേസ്. ഓക്കെ, അപ്പം ഫ്ലൂയിഡ് എടുക്കാൻ മാത്രമല്ല ലംബാർ പങ്ക്ചർ ചെയ്യുന്നത്, ഓൾസോ ഡൺ ഫോർ ഇൻജെക്റ്റിംഗ് drugs or something like that into the subarachnoid space. ഓക്കെ, നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ സ്പൈനൽ ടാപ്പ് എന്നൊക്കെ പറയും, നമ്മളിങ്ങനെ ഫ്ലൂയിഡ് എടുക്കുമ്പോൾ പരിശോധനയ്ക്ക്. ബട്ട് അല്ലാതെ നമുക്ക് അങ്ങോട്ട് ഇൻജെക്റ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം. ഓക്കെ, സോ അപ്പോൾ അതെപ്പോഴും ഓർക്കണം, സ്പൈനൽ കോഡിൻ്റെ അവിടെയും ഈ സ്പേസുകൾ ഉണ്ടെന്ന് ഉള്ളത് മറക്കരുത്. അതുപോലെ സബ്ഡ്യൂറൽ സ്പേസും ഉണ്ട്, എപ്പിഡ്യൂറൽ സ്പേസും ഉണ്ട്. പിന്നെ ഞാൻ ഫൈനലി രണ്ട് കാര്യങ്ങളും കൂടെ പറഞ്ഞോട്ടെ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അനസ്തീഷ്യ പ്രത്യേകിച്ച് നമ്മൾ സ്പൈനൽ അനസ്തീഷ്യ എന്ന് പറയും. സ്പൈനൽ അനസ്തീഷ്യ എന്ന് പറഞ്ഞാൽ ഒരു റീജിയണൽ അനസ്തീഷ്യയാണ്. അതായത് നമ്മൾ ഒരു ജനറൽ അനസ്തീഷ്യ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ അൺകോൺഷ്യസ് ആയി പോകുന്ന, അതായത് നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ തന്നെ ഡിപ്രസ് ചെയ്യുന്ന മരുന്നുകളാണ് അവിടെ നമ്മൾ കൊടുക്കുക.
സോ നമ്മൾ അൺകോൺഷ്യസ് ആവും, നമ്മൾ പെയിൻ ഒന്നും അറിയില്ല. അതിനാണ് നമ്മൾ ജനറൽ അനസ്തീഷ്യ എന്ന് പറയും. സോ റീജിയണൽ അനസ്തീഷ്യ മീൻസ് നമ്മൾ കോൺഷ്യസ് ആയിരിക്കും, ചിലപ്പോൾ സെഡേഷൻ ഒക്കെ ഉണ്ടെന്നേ ഉണ്ടാവുള്ളൂ, ബട്ട് വി വിൽ ബി കോൺഷ്യസ്. പക്ഷേ നമ്മുടെ ആ ഒരു ഹോൾ റീജിയൻ ഓഫ് ദ ബോഡി നമുക്ക് എന്താ പറയുക, സെൻസേഷനൊന്നും അറിയാത്ത രീതിയിൽ അനസ്തീഷ്യയിലായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു റീജിയണൽ അനസ്തീഷ്യയാണ് സ്പൈനൽ അനസ്തീഷ്യ എന്ന് പറയും. എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ലോവർ ഹാഫ് ഓഫ് ദ ബോഡി എന്താ സെൻസേഷനൊന്നും അറിയാതിരിക്കുന്ന അവസ്ഥ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അനസ്തീഷ്യ കൊടുക്കുന്നതും എങ്ങനെയാണ്, സ്പൈനൽ അനസ്തീഷ്യ കൊടുക്കുന്നതും സബറക്നോയിഡ് സ്പേസിലേക്കാണ്, ത്രൂ ദിസ് ലംബാർ പങ്ക്ചർ. അതുപോലെ തന്നെ മറ്റൊരു അനസ്തീഷ്യയാണ് എപ്പിഡ്യൂറൽ അനസ്തീഷ്യ, എപ്പിഡ്യൂറൽ ബ്ലോക്ക് എന്നൊക്കെ പറയും. അതാണെങ്കിൽ നമ്മൾ എപ്പിഡ്യൂറൽ സ്പേസിലേക്കായിരിക്കും കൊടുക്കുക. ദാറ്റ് മീൻസ് എവിടെയാണ് എപ്പിഡ്യൂറൽ വരുന്നത്, നമ്മുടെ ഡ്യൂറാമാറ്ററിൻ്റെ പുറത്ത്. അപ്പോൾ അവിടെ നമ്മൾ ഈ മരുന്ന് ഇഞ്ചെക്ട് ചെയ്യുന്നത് എപ്പിഡ്യൂറൽ സ്പേസിലേക്കാണ്, ഡ്യൂറാമാറ്ററിന് പുറത്തുള്ള സ്പേസിലേക്കായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇഫക്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഫോർ എക്സാമ്പിൾ നിങ്ങൾ കേട്ടിട്ടില്ലേ, പെയിൻലെസ് ലേബർ ഒക്കെ പറയുമ്പോൾ അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സിലൊക്കെ നമ്മളൊരു ചെറിയ ആ ഒരു പെയിൻ അറിയാതിരിക്കുന്നതിനുള്ള മരുന്ന് കൊടുക്കുന്നത് എപ്പിഡ്യൂറൽ ബ്ലോക്ക് വഴിയാണ്, എപ്പിഡ്യൂറൽ അനസ്തീഷ്യ. സോ വ്യത്യാസം എന്താ, സ്പൈനൽ അനസ്തീഷ്യയ്ക്ക് കുറച്ചുകൂടി ഇഫക്റ്റ് ഉണ്ടാവും, അനസ്തെറ്റിക് ഇഫക്റ്റ് ഉണ്ടാവും, ബിക്കോസ് അത് ശരിക്കും കുറേ കൂടെ ഡീപ്പറാണ് അല്ലേ, സബറക്നോയിഡ് സ്പേസിലേക്കാണ് നമ്മൾ ഈ മരുന്ന് കുത്തിവെക്കുന്നത് ത്രൂ ദ ലംബാർ പങ്ക്ചർ. ബട്ട് എപ്പിഡ്യൂറൽ ആകുമ്പോൾ കുറച്ചുകൂടി സൂപ്പർഫിഷ്യൽ ആണല്ലോ. ഡ്യൂറാമാറ്ററിനെ പോലും അത് പിയേഴ്സ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഡ്യൂറാമാറ്ററിന് പുറത്തുള്ള സ്പേസിലേക്കാണ് നമ്മൾ മരുന്ന് കൊടുക്കുന്നത്, എപ്പിഡ്യൂറൽ. അതുകൊണ്ടാണ് ഇതിനെ എപ്പിഡ്യൂറൽ ബ്ലോക്ക് എന്ന് പറയുക. അപ്പോൾ ഈ പേരുകളും കൂടെ നമ്മൾ മെനിഞ്ചസിൻ്റെ പേരുകളുമായിട്ട്, മെനിഞ്ചസിൻ്റെ അതുപോലെ മെനിഞ്ചിയൽ സ്പേസസിൻ്റെ പേരുമായിട്ട് റിലേറ്റ് ചെയ്യണം. ഓക്കെ, എപ്പിഡ്യൂറൽ ബ്ലോക്ക്, ദെൻ സ്പൈനൽ ബ്ലോക്ക്, എക്സെട്ര. അപ്പോൾ ഇത്രയുമാണ് മെനിഞ്ചസിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. ഇനി നോക്കട്ടെ, ഞാൻ ചിലപ്പോൾ CSFനെ പറ്റി ഒരു ക്ലാസ്സും കൂടെ എടുക്കാം. സോ ഇപ്പോൾ ഇന്ന് മെനിഞ്ചസിനെ പറ്റി പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ വീഡിയോ കാണുക, പഠിക്കുക. എന്തെങ്കിലും എന്താ പറയുക, ഡൗട്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക, കമൻറ്റ് ബോക്സിൽ ഇടുക. സോ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.